എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കുഴിവേൽപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി മോഡൽ ചെയ്തിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 18-ലെ പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു വീട് മാത്രമേ ഇനി ഈ ഭാഗത്ത് ലഭ്യമായിട്ടുള്ളൂ. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള വീടുകളെല്ലാം നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ചുറ്റുമതിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളതും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റും കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ഭാഗം നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു കാർ പോർച്ചിലേക്കാണ്. ഫുൾ കവേർഡോടുകൂടി വരുന്ന ഫ്രണ്ടിലെ ചുറ്റുമതിൽ നിൽക്കുന്ന രീതിയിൽ വലിപ്പത്തിലുള്ള ഒരു കാർ പോർച്ച് ഏരിയ കാണാം. ഇന്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു ചെറിയ വണ്ടിയും നമുക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനാണ് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് ഈ വീട്ടിൽ ലഭ്യമായിട്ടുണ്ട്. കിണർ ഈ ഭാഗത്താണ് വരുന്നത്. അത്യാവശ്യം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്ന ലിവിംഗ് ഹാളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളും കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു TV യൂണിറ്റ് ഈ ഭിത്തിയിലായി കാണാം. മൾട്ടിവുഡിലാണ് അതിൻ്റെ നിർമ്മാണം. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലുള്ള വിൻഡോകൾ ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയായി നല്ലൊരു വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് പോവേണ്ടത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ചെറിയൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള കിച്ചൺ കൂടാതെ നമുക്ക് ഇനി ഒരു പുറത്തായി ഒരു വർക്ക് ഏരിയ സ്പേസ് പോലെ കബേർഡോടുകൂടി വരുന്നൊരു സ്പേസ് ഇവിടെയും ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വിശാലമായൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ഭിത്തിയിലും ജനലുകളും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി സ്റ്റീലും ഫ്ലോറിങ്ങിനായി ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് വരാം. അത്യാവശ്യം വിശാലമായൊരു ഹോള് മുകളിലെ നിലയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ കബോർഡ് വർക്കും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം മനോഹരമായ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമുക്കിനി പോകാനുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെയായി കുഴിവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത്
കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.